ഇന്നലത്തെ ഒരു സാഹചര്യം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ ഒരു പാനിക്കും മറ്റുമൊക്കെ ഉണ്ടായത്. പഞ്ചാബിലെയൊക്കെ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ മലയാളി സംഘടനകളൊക്കെ ശ്രമിക്കുന്നത്. നേരത്തെ മാർട്ടിൻ വിശദീകരിച്ചു, കാശ്മീരിൽ ഈ താങ്കളുടെ യൂണിവേഴ്സിറ്റി മുഴുവൻ വിദ്യാർത്ഥികളോടും യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ ഇരിക്കാനാണ് പറഞ്ഞത് എന്നാണ്. ഹോസ്റ്റലുകൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ? ഭക്ഷണവും വെള്ളവും ഒക്കെ കൃത്യമായി, മരുന്നുകളും ഒക്കെ കൃത്യമായി കിട്ടുന്ന വിധത്തിൽ, അതായത് പുറത്ത് ഒരു പക്ഷേ 2 ദിവസം ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി പോകുന്ന തരത്തിലാണോ ഹോസ്റ്റലും മറ്റുമൊക്കെ? അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളുമായി, മലയാളികളൊക്കെ ആയ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കൃത്യമായ ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും നമ്മുടെ യൂണിവേഴ്സിറ്റി അകത്ത് ചെറിയൊരു ക്ലിനിക് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാശ്മീർ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഒരു 300ഓളം മലയാളികൾ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അത് വിവിധ NIT, NIFT, സെൻട്രൽ യൂണിവേഴ്സിറ്റി, കൂടാതെ മെഡിക്കൽ കോളേജ്, അവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലെ ചില വിദ്യാർത്ഥികൾ നോർക്കയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവര് ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ചില MSFന്റെ നേതാക്കന്മാരും ബന്ധപ്പെട്ടിരുന്നു. പിന്നെ അവര് നോർക്കയായിട്ട് സംസാരിച്ചിട്ട് നോർക്ക പറഞ്ഞത്, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സേഫ് ആയിട്ടിരിക്കുക. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും ഇപ്പം നല്ല രീതിയിലല്ല. അത് കൂടുതൽ ഊർജ്ജസ്വലമായി തുടങ്ങുമ്പോൾ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള വഴി നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരത്തിന്റെയോ വെള്ളത്തിന്റെയോ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു പറയുകയാണെങ്കിൽ അവർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഈ സൈറണൊന്നും മുഴങ്ങിയിട്ടില്ലല്ലോ അല്ലെ? ഇന്ന് ബ്ലാക്ക് ഔട്ടിന്റെ എന്തെങ്കിലും സൂചന ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോ ഡിന്നർ ടൈം ആണ്, അത് കഴിയുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്തായാലും ഇന്ന് നമുക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ആശങ്ക ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്.